വെക്കുക. ഓക്കെ. സോ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ക്യാൻഡിൽസിനെ കുറിച്ചാണ്. മാർക്കറ്റിൽ 2 ടൈപ്പ് ക്യാൻഡിൽസ് ആണ് ഉണ്ടാവുക, ബുള്ളിഷ് ക്യാൻഡിൽ ആൻഡ് ബിയറിഷ് ക്യാൻഡിൽ. സോ ഓരോ ക്യാൻഡിലിനും ഈ 2 ക്യാൻഡിലിനും ഫോർമേഷന് ഒരു ചെറിയ മാറ്റമുണ്ട്. സോ അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ കളറിന് ഇമ്പോർട്ടൻസ് ഇല്ല കേട്ടോ. നിങ്ങൾ ഓരോരുത്തരും പല ചാർട്ടിലും പല രീതിയിലുള്ള കളേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ അതിന്റെ ആ ഒരു ഫോർമേഷൻ ആണ് ഇമ്പോർട്ടൻസ്. അത് ബുള്ളിഷ് ക്യാൻഡിൽ ആണോ ബിയറിഷ് ക്യാൻഡിൽ ആണോ നോക്കാൻ ഗ്രീൻ കളർ റെഡ് കളർ നോക്കിയിട്ടല്ല, അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. സോ അതിന്റെ ഫോർമേഷൻ ആണ് നിങ്ങൾ നോക്കേണ്ടത്. ഒരു ക്യാൻഡിൽ ഫോം ആയത് ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഇതാണ്, ഈ ഒരു രീതിക്കാണ് ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുന്നത്. അതായത് ഇവിടെയാണ് ഈ ഒരു ക്യാൻഡിൽ ബുള്ളിഷ് ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ആണ് ഈ ഒരു ക്യാൻഡിൽ ഓപ്പൺ ആയിട്ടുണ്ടാവില്ല. സോ ഈ ഒരു ക്യാൻഡിലിന്റെ ഓപ്പണിംഗ് പ്രൈസ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ ആദ്യം മാർക്കറ്റ് എന്ത് ചെയ്യും, ഈ ഒരു ക്യാൻഡിലിന്റെ താഴോട്ട് വരും. ഓക്കെ, ഈ ഒരു ക്യാൻഡിലിന്റെ ഫോർമേഷൻ ആണ് പറയുന്നത്. ഫസ്റ്റ് ഇവിടെ ഓപ്പൺ ആയി, പിന്നെ ലോ വരെ വന്നിട്ട് ദെൻ എക്സ്ട്രീം വരെ ഒന്ന് പോയിട്ട് ഇവിടെ ക്ലോസ് ആവും. ഓക്കെ, ആ ഒരു പ്രോസസ് ആണ് ഇവിടെ കാണിച്ചത്. ഇവിടെ ഓപ്പൺ ആവുക. ഓക്കെ, ഈ ഒരു ഏരിയയിൽ ഓപ്പൺ ആവും. അതാണ് ഇവിടെ ഇതിങ്ങനെ വെച്ചാൽ മനസ്സിലാവും. ഓക്കെ, അങ്ങനെ അതായത് ഇവിടെ ഓപ്പൺ ആയി മാർക്കറ്റ് താഴോട്ടൊന്ന് വരും, ദെൻ മുകളിലോട്ട് പോയിട്ട് എക്സ്ട്രീം ഹൈ വരെ പോയിട്ട് ഇവിടെ ക്ലോസ് ആവും. ഇതാണ് ബുള്ളിഷ് ക്യാൻഡിലിന്റെ ഫോർമേഷൻ. അതായത് ഇവിടെ ഓപ്പൺ ആവും, ഇവിടെ ഈ ഒരു ഏരിയയിൽ ഓപ്പൺ, പിന്നെ താഴെ വരെ ഒന്ന് വരും, ദെൻ എക്സ്ട്രീം വരെ ഒന്ന് പോയിട്ട് ഇവിടെ ക്ലോസ് ആവും. ഓപ്പൺ, ലോ, ഹൈ, ക്ലോസ്. അതാണ് ബുള്ളിഷ് ക്യാൻഡിലിന്റെ ആ ഒരു ഫോർമേഷൻ.